Good morning, everybody. നമ്മൾ ഒരാഴ്ചയായി കണ്ടിട്ടല്ലേ? അതെ, ഓക്കെ. എല്ലാവരും ചായ കുടിച്ചോ? ഉഷാറായിട്ടിരിക്കുന്നു അല്ലെ? ക്ലാസ് തുടങ്ങാം നമുക്കല്ലേ? സമയമായി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ അഡ്മിറ്റ് ആവുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നിങ്ങൾ ബുക്ക് തുറന്ന് നോക്കിയോ ഇതുവരെ? ഹിന്ദിയുടെ ബുക്ക് തുറന്ന് നോക്കിയോ? ഓക്കെ. പഠിക്കാൻ എളുപ്പമാണോ ഹിന്ദി? എളുപ്പമാണല്ലേ? ആവണി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ആവണി മഹേഷ്, ഒന്നുകൂടെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യം ഒന്നുകൂടെ പറഞ്ഞുതരാം മിസ്. എന്താ നമ്മള് ഫസ്റ്റ് പേജില് ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഓപ്പൺ യുവർ ഫസ്റ്റ് പേജ്. ഓക്കെ, ലിസൺ. എന്താ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ് കിട്ടാത്തവർക്ക് കൂടി ഒന്നുകൂടെ നമുക്കത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ശ്രദ്ധിച്ചിരിക്കുക. പാടി ഏക്ക് ഹംനെ സീക്ക, അത് കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ ഒന്നുകൂടെ പറയാം അല്ലെ? ശ്രദ്ധിച്ചിരുന്നോ? ഏതൊക്കെ വാക്കുകളാ ശ്രദ്ധിച്ചോ? വായിക്കാൻ കിട്ടാത്തവര് നേരെ ഇരുന്ന എല്ലാവരും ചെയറിലല്ലേ ഇരിക്കുന്നത്? ഓക്കെ, ടീച്ചർ വായിക്കുമ്പോ അവിടുന്ന് ഉറക്കെ വായിച്ചോ. ഓക്കെ, ആം മാംഗോ, ഗാജർ ക്യാരറ്റ്, ചാത്ത അംബ്രല്ല, ചിടിയ ബേർഡ്, ചിരാഗ് ലാം, പഹിയ വീൽ, തീർ ആരോ, തിത്തലി ബട്ടർഫ്ലൈ, മച്ചലി ഫിഷ്, ഗുലാബ് റോസ്, ഗുഡിയ ഡോൾ, ധനുഷ് ബോ, സൂരജ് സൺ, ഫൂൽ ഫ്ലവർ, ചാക്കു നൈഫ്. ഇതിന്റെ എല്ലാത്തിന്റെയും മലയാളം വേർഡ് നിങ്ങൾക്ക് അറിയില്ലേ? ഈസി അല്ലേ? അറിയാം. ഏതെങ്കിലും വേർഡിന്റെ മലയാളം മീനിങ് അറിയില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. ലാസ്റ്റ് ടൈം തരും, അപ്പൊ ചോദിക്കാം. എല്ലാം അറിയാം. ഇത് നിങ്ങൾ എഴുതാൻ പഠിച്ചോ? കഴിഞ്ഞ ദിവസം ഡിറ്റേഷൻ ഇട്ടതല്ലേ ഇത്? ആ, എത്ര പേര് ശരിയാക്കി? കുറെ പേര് ടീച്ചർക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നു. ടീച്ചർ കണ്ടു. വെരി ഗുഡ്. തെറ്റിയിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. തെറ്റിയാലും നമ്മൾ വീണ്ടും വീണ്ടും എഴുതി പഠിക്കുള്ളൂ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോ. എന്താ ഈ പേജിൽ നമ്മൾ പഠിച്ചത്? ഈ ഫസ്റ്റ് പേജിൽ എന്താ പഠിച്ചത്? നമ്മള് ആയിന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളുണ്ട്, ഈന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകള്, ഊന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകൾ അല്ലേ? 5 മാത്രാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ऊपर दिए गए चित्र में ये पांचों मात्राएं हैं അല്ലേ? 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ? ആ, 5 മാത്രകൾ. ഏതൊക്കെ 5 മാത്രകൾ നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ചത്? എഡ്വിൻ, മുടിയൊക്കെ ചീകി വേണ്ടേ ക്ലാസ്സിലിരിക്കാൻ? ഇപ്പോഴാണോ ചീകുന്നേ? ലിസൺ ഹിയർ, ലിസൺ. വായിച്ച് പഠിക്കണം, എന്നാലേ വേർഡ്സ് വായിക്കാൻ കിട്ടുള്ളൂ. ശ്രദ്ധിച്ചിരിക്കെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇളകി മറിഞ്ഞിരിക്കുന്നേ? ഒന്ന് അടങ്ങിയിരുന്നേ അവിടെ. ബുക്ക് കയ്യെ പിടിക്ക്. ഇപ്പൊ നമ്മുടെ ഈ 40 മിനിറ്റ്സ് ക്ലാസ്സിൽ തന്നെ നമുക്ക് ബൈഹാർട്ട് ആക്കാം. വേർഡ്സും അതിന് ഇംഗ്ലീഷ് വേർഡും മലയാളം വേർഡും എല്ലാം. ഓക്കെ, എന്തൊക്കെയാ ഫസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചത്? ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. 5 മാത്രം, 5 മാത്രായേം അല്ലെ? 5 മാത്രം. മാത്ര മീൻസ് എന്താ? ചിഹ്നങ്ങള് അല്ലെ? മലയാളത്തിലെ പോലെ ഹിന്ദിയിലും ചിഹ്നങ്ങൾ വേണം നമുക്ക്, എങ്കില് വേർഡ്സ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 5 മാത്രായ എന്ന് പറഞ്ഞാൽ 5 മാത്രകൾ, 5 ചിഹ്നങ്ങള്. ആ, ഇ, ഈ, ഉ, ഊ, ഇത്രയും ചിഹ്നങ്ങൾ ചേർന്നുള്ള വാക്കുകളാണ് ഫസ്റ്റ് പേജില്. മനസ്സിലായോ? ഞാൻ ഇനി അടുത്ത ദിവസം, ഇപ്പം നെക്സ്റ്റ് തേഴ്സ്ഡേ വരില്ലേ, ആ ദിവസം ഞാൻ ചോദിക്കും ഊക്കി മാത്ര ഏക്ക് ഒരു വേർഡ് എഴുതാൻ ഞാൻ പറയും. ഊന്റെ ചിഹ്നം തരും, അതിലൊരു 3 വേർഡ്സ് എഴുതാൻ ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് പേജിലെ വേർഡ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ഏതൊക്കെയാ ആയിന്റെ ചിഹ്നം വരുന്ന വാക്കുകള്, ഈന്റെ ചിഹ്നം വരുന്ന വാക്കുകള്, ഊന്റെ ചിഹ്നം വരുന്ന വാക്കുകള്. അത് നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. ഇപ്പൊ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ ചോദിക്കും ലാസ്റ്റ് ഊക്കി, അതായത് ഊന്റെ ചിഹ്നമുള്ള
നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ പറഞ്ഞു തരുന്ന എന്താണ്ടാ? ഹിന്ദിയിൽ കുറെ പേർക്ക് പറഞ്ഞ് ഹിന്ദി പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഒന്ന് ടീച്ചർ മലയാളത്തിൽ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചോണ്ടാൽ ടീച്ചർ മലയാളത്തിൽ തന്നെ പറഞ്ഞു തരുന്നത് മനസ്സിലാവാൻ വേണ്ടിട്ട്. അപ്പം ലാസ്റ്റ് ഞാൻ ചോദിക്കും, ഊന്റെ ചിഹ്നം ചേർന്നുള്ള ഒരു 5 വാക്കുകൾ പറയാൻ പറയും ഹിന്ദിയില്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ പറയാൻ പറ്റും. 3 വേർഡ്സ് ഇപ്പൊ തന്നെ പറയാം അല്ലെ? ഏതാ ഊന്റെ ചിഹ്നം ചേർത്ത് 3 വേർഡ്സ്? പ്ലീസ്. ഗുലാബ്, ഗുഡിയ, ധനുഷ് അല്ലേ? അതൊക്കെ അങ്ങനെയാണ്. നെക്സ്റ്റ് പേജ് എടുത്തോ. ഫസ്റ്റ് പേജിൽ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അഭ്യാസം അല്ലെ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മള് എക്സാം പോലെ എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. എന്താ? ചിത്ര ദേഖോ ഔർ ശബ്ദ ലിഖോ. എന്താ? ചിത്രം നോക്കിയിട്ട് അതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആ വാക്ക് പറയാൻ വേണ്ടിട്ട്, അതിന്റെ പേര് പറയാൻ വേണ്ടിട്ട് അല്ലേ? അല്ലേ എഡ്വിൻ? ആവണി, സിറ്റ് ഡൗൺ പ്ലീസ്. Okay, Sana Mansoor, please on your video. Jewel and Jomal. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. മുഹമ്മദ് ഫവാസ്. Good. Listen. എന്താ അവിടെ ഡാഷ് ഇട്ട് നമ്മൾ എഴുതിയില്ലേ? ഫില്ല് ചെയ്തില്ലേ? ചെയ്തു. ഏതൊക്കെയാ? ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? ഗുഡ് ബെനീറ്റ. മട്ടർ. സെക്കൻഡ് വൺ മാല. ആയിന്റെ ചിഹ്നം വന്നു അല്ലേ? മാല. ഓക്കെ. തേർഡ് വൺ അനാർ. ആയിന്റെ ചിഹ്നം. ഓക്കെ. നെക്സ്റ്റ് എന്താ? സിതാർ. കുറെ പേർക്ക് തെറ്റിയല്ലേ? കറക്റ്റ് ചെയ്ത് തന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? വിസിലിന് എന്താ പറയാ ഹിന്ദി വേർഡ്? സീട്ടി. ഈന്റെ ചിഹ്നം വരുന്നത് ഈ. നെക്സ്റ്റ് എന്താ? ടീച്ചർ മറന്നുപോയി. എന്തായിരുന്നത്? ഗിർഗിഡ്. ഓക്കെ. ഗിർഗിഡ്. ഗിർഗിഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാ? ഓന്ത് കേട്ടോ. പല്ലി ഓന്ത് എന്നൊക്കെ പറയും. ഓന്ത് എന്ന കറക്റ്റ് വേർഡ്. ഗിർഗിഡ് മീൻസ് ഓന്ത്. നെക്സ്റ്റ് ഗിർഗിഡ് എന്ന് പറയുമ്പോ അതിൽ ഏതാ ചിഹ്നം വന്നത്? ഈന്റെ ചിഹ്നം അല്ലേ? ഈക്ക് മാത്ര. രണ്ട് സൈഡിലും അതെ. ഗിർ ഗിഡ്. ഗായ്ക്ക് രണ്ട് ഗായ്ക്കും ഈന്റെ ചിഹ്നമാണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ഗിർഗിഡ് എന്ന് പറയുമ്പോ അവിടെ ഈന്റെ ചിഹ്നം വന്നു. ഈക്ക് മാത്ര എന്ന് പറയും. നെക്സ്റ്റ് ഗുലാബ്. ഗുലാബില് ഏത് മാത്രയാ വന്നേക്കുന്നത്? ഗുലാബ് എന്ന് പറയുമ്പോ ഏത് മാത്രയാ ഷാൻ? ഏഞ്ചൽ റോസ്. കറക്റ്റ്. ഷാൻ, ഗുലാബ് എന്ന് പറയുമ്പോ അവിടെ ഏത് മാത്രയാ? അവിടെ ഏത് ചിഹ്നമാ ഉപയോഗിച്ചിരിക്കുന്നത്? ഷാൻ? ഓക്കെ. ഗുഡ്. നെക്സ്റ്റ് എന്താ? മൂലി അല്ലേ? എന്താ? ഏത് ചിഹ്നം അവിടെ വന്നത്? അല്ലേ? ശ്രദ്ധിക്കണം. മൂന്നാ വന്നേ. ഊന്റെ ചിഹ്നം അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താ? രുമാൽ. റിലു, ആബിദ്, what is your problem? റിലു, listen here. റിലു, say രുമാൽ. രുമാൽ ഏത് മാത്രമേ അവിടെ വന്നത്? രു എന്ന് പറയുമ്പോ ഗുഡ്. ലിസൺ ഹിയർ റിലു. ഓക്കെ. പഠിച്ചില്ലേ നിങ്ങൾ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ഫവാസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ചിത്രക്കോ ശബ്ദസേ മിലാവോ. എന്താ? അവിടെ ചിത്രം നോക്കിയിട്ട് അതിന്റെ വാക്കുകളുണ്ട് നടുക്കല്ലേ? ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ച് ചെയ്യണം. മാച്ച് ദ ഫോളോയിങ് അല്ലേ? സിപാഹി. സിപാഹി മീൻസ്, സിപാഹി എന്ന് പറഞ്ഞാല് സോൾജിയർ അല്ലേ? ഓക്കെ. ഗുഡിയ മീൻസ് ഡോൾ. മാച്ച് ചെയ്തിട്ടില്ലേ നിങ്ങള്? ഉണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഗുഡിയ, ഡോൾ. ഖടിയ എന്താ? ഖടിയ മീൻസ് കോട്ട് അല്ലെ? കട്ടില് അല്ലെ? ഓക്കെ. അഖ്ബാർ ന്യൂസ് പേപ്പർ. ചീൽ. എന്താ ചീൽ മീൻസ്? എന്താ പരുന്തിന് പറയാ? ഈഗിൾ.
ആ ചീൽ ഈഗിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ? ഈ ഹിന്ദി വേർഡ് വായിക്കുമ്പോ അതിന്റെ ഇംഗ്ലീഷ് വേർഡും കൂടെ പഠിക്കണം. നമ്മൾ അങ്ങനെ വായിച്ച് പഠിക്കേണ്ടത്. എന്താ? സിപ്പാഹി, സോൾജിയർ, ഗുഡിയ, ഡോൾ, അഖ്ബാർ, ന്യൂസ് പേപ്പർ, ചീൽ, ഈഗിൾ, പിന്നെ മുകുട്. മുകുട് മീൻസ് മുകുടം. മുകുടം എന്ന് പറഞ്ഞ മലയാളത്തിലെ വേർഡാ അല്ലെ? മുകുട് എന്ന് പറഞ്ഞാല് എന്താ? ക്രോൺ, കിരീടം, രാജാവിന്റെ കിരീടം അല്ലെ? നെക്സ്റ്റ് ചീനി. ചീനി കിഴങ്ങ് എന്നൊക്കെ പറയല്ലേ നമ്മള്? ചീനി മീൻസ് കിഴങ്ങ് തന്നെ. നെക്സ്റ്റ് അമരൂദ്. അമരൂദ് മീൻസ് ഗുവ അല്ലെ? പേരക്ക. ഗുവ, ഗ്വാവ അങ്ങനെയൊക്കെ പറയും അല്ലെ? നെക്സ്റ്റ് പഹിയ. പഹിയ മീൻസ് പഹിയ. ജൂലിയറ്റ്, വാട്ട് പഹിയ മീൻസ്? എന്താ പഹിയ മീൻസ്? ഏയ് പഹിയ എന്ന് പറഞ്ഞ എന്താ എഡ്വിൻ? വീൽ, ചക്രം അല്ലെ? പഹിയ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇതല്ലേ ഇവിടെ പഹിയ, വീൽ. ഓക്കെ, ഇംഗ്ലീഷ് വേർഡ് പഠിക്കുന്നില്ല? പിക്ചർ നോക്കി മനസ്സിലാക്കി പഠിക്കണം. നെക്സ്റ്റ് ബർത്തൻ. ബർത്തൻ എന്ന് പറഞ്ഞ എന്താ? യൂട്ടൻസിൽസ് അല്ലെ? പാത്രങ്ങള്. ഓക്കെ, അത് കഴിഞ്ഞു. ഫസ്റ്റ് ലെസൺ മനസ്സിലാവാത്തവരുണ്ടോ ആരെങ്കിലും? ഇനി ആർക്കെങ്കിലും ഫസ്റ്റ് ലെസൺ മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. നോ, എല്ലാവർക്കും മനസ്സിലായി? എല്ലാ വേർഡ്സും വായിക്കാൻ കിട്ടുന്നില്ല നിങ്ങൾക്ക്? ഉണ്ട്. ഓക്കെ, ഗുഡ്. അപ്പം ഇതിന്റെ ഈ ഫസ്റ്റ് ലെസന്റെ എക്സാം ഉണ്ടാവും. എപ്പോഴാന്നറിയോ? നെക്സ്റ്റ് പീരീഡ്. നെക്സ്റ്റ് പീരീഡ് മീൻസ് ഇപ്പൊ വരും അല്ലെ? അടുത്ത പീരീഡ്. എന്താ അത്? കുറച്ച് ഹിന്ദി വേർഡ്സ് തരും, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് തന്നെ അതിന്റെ ഹിന്ദി വേർഡ് പറയാനുണ്ടാവും, ഓറൽ ഉണ്ടാവും, റിട്ടൺ ഉണ്ടാവും. നിങ്ങൾ റെഡി ആയിരിക്കണം. ഹിന്ദി 2 ലൈൻ കോപ്പിയുടെ ബാക്ക് സൈഡില് എക്സാം ഉണ്ടാവും. ഓക്കെ, ആർ യു റെഡി? നിഹാരിക്ക് എന്തോ ഒരു വിഷമം പോലെ. ഒന്നും പഠിച്ചില്ലേ? ഒരാഴ്ച ആയില്ലേ ഇപ്പൊ ക്ലാസ് എടുത്തിട്ട്? ഒരു പീരീഡ് മുമ്പേ പറഞ്ഞില്ലേ ടീച്ചറ്? സാരമില്ല, നോക്കാം നമുക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നമ്മള് പാടുതോ അല്ലേ? എന്താ? രണ്ടാമത്തെ ലെസൺ പഠിച്ചു അല്ലെ? നമ്മൾ വായിച്ച് പഠിച്ചു. 5 ടൈംസ് എഴുതാൻ പറഞ്ഞു ഇല്ലേ? അതെ. എന്തൊക്കെയാന്ന് നോക്കിയോ? നമ്മൾ ഊന്റെ 5 മാത്രായേം പഠിച്ചു കഴിഞ്ഞു അല്ലെ? 5 മാത്രകൾ പഠിച്ചു. ഇനി 6ാമത്തെ മാത്ര ഇറ് അല്ലെ? ഊ വരെ പഠിച്ചു, ചിഹ്നങ്ങൾ പഠിച്ചു, വാക്കുകൾ പരിചയപ്പെട്ടു അല്ലെ? ഇനി ഇറിന്റെ ചിഹ്നവും അത് എവിടെ എഴുതുന്നു അതൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ദിവസം. ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ലുക്ക് അറ്റ് ദ ബുക്ക്. ഇർക്ക് ഈ മാത്ര, ഇറിന്റെ ചിഹ്നം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? നമ്മൾ എഴുതുമ്പോ ഒരു ടിക്ക് പോലെ ഇട്ടാൽ മതി, ഒരു ശരി പോലെ ചെറുതായിട്ട്. അത് എവിടെയാ എഴുതുന്നത്? ഇർക്ക് മാത്ര അക്ഷർ കെ നീച്ചെ ആത്തി ഹേ. എന്താ അക്ഷരം എന്ന് പറഞ്ഞ? എന്താ അക്ഷരം? നമ്മുടെ ഹിന്ദി അക്ഷരത്തിന്റെ താഴെ. നീച്ചെ മീൻസ് താഴെ, അടിയില്. അക്ഷരത്തിന്റെ അടിയിലാണ് വരുന്നത്. മേലെ കൊണ്ടിട്ടാണ് ഇറിന്റെ ചിഹ്നം ഇടുന്നേ? അല്ല, ഇറിന്റെ താഴെ. ഇറിന്റെ താഴെനോ, അക്ഷരത്തിന്റെ താഴെ. ഓക്കെ, ജൈസെ. ജൈസെ മീൻസ് എങ്ങനെ. എങ്ങനെ എഴുതുക? അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കായ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഇറിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അല്ലെ? അക്ഷരത്തിന്റെ താഴെ. ജെവിൻ ജേക്കബ്, ലിസൺ ഹിയർ. ഓക്കെ ഓക്കെ, പേടിച്ചു പോയാ ജെവിൻ? ശ്രദ്ധിച്ചിരിക്കട്ടെ മോനെ ഇവിടെ. ഓക്കെ, വായിച്ചേ. ഇർക്കി മാത്ര എന്നുള്ളതിൽ ഏതൊക്കെ വാക്കുകളാ? ഓൾ ഓഫ് യു സേ ലൗഡ്ലി. വൃക്ഷ് അല്ലേ? വൃക്ഷ് മീൻസ് ട്രീ, മരം. നെക്സ്റ്റ് നൃപ്. നൃപ് മീൻസ് കിങ്, രാജാവ്. ഋഷി. ഋഷി മീൻസ് സേജ്. എന്തിനാ ഇംഗ്ലീഷ് വേർഡ് കൂടി തന്നെ അവിടെ?
അതുകൂടെ നമ്മൾ പഠിക്കണം. ഗൃഹ് ഗൃഹ് എന്ന് പറഞ്ഞ എന്താ? മലയാളത്തിൽ ഗൃഹം എന്ന് പറയും വീടിന്, ഹൗസ്. ഗൃഹ് മീൻസ് ഹൗസ്. കഴിഞ്ഞ ദിവസം ജൂലിയറ്റിനൊന്നും വായിൽ ഇത് ഇറിന്റെ ചിഹ്നം ചേർത്തുള്ള അക്ഷരങ്ങൾ പറയാൻ കിട്ടുന്നില്ലായിരുന്നു അല്ലേ ജൂലിയറ്റ്? അതെ, കുറെ പേര് കൃ എന്നൊക്കെ പറയാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഞാൻ കണ്ടു, ചിരിച്ചു നമ്മള് കുറെ അല്ലേ? ഇന്ന് പഠിച്ചാ? ഇന്ന് ശരിക്കും പറയാൻ കിട്ടും അല്ലേ? ആവണി, ഓക്കെ. ലിസൺ, ഒന്നുകൂടെ വായിച്ചേ വേർഡ്സ്. വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ്. ആരും വായിക്കുന്ന കേൾക്കുന്നില്ലല്ലോ, ഒച്ചത്തിൽ വായിക്കേ. ഒന്നൂടെ. വൃക്ഷ്, നൃപ്, ഋഷി, ഗൃഹ്. ഓക്കെ. അപ്പൊ അതിന് ഇംഗ്ലീഷ് വേർഡ് പഠിക്കണം. അത് കഴിഞ്ഞ് താഴെ കുറെ വേർഡ്സ് ഇറിനെ ചേർത്തിട്ടുള്ള വേർഡ്സ് പഠിപ്പിച്ചു അല്ലേ? ശ്രദ്ധിച്ചെവിടെ ഏതൊക്കെ വേർഡ്സാ? പഠിയെ ഔർ സമച്ചിയെ. എന്താ പറയുന്നത്? ആസിയ സഫ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ള മോളെ. നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോ എന്താ ചെയ്യണ്ടേ? നല്ല ഉഷാറായിട്ട് അല്ലെ, ചായയൊക്കെ കുടിച്ച് മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കണം അല്ലെ? ഡിഡ് യു ബ്രഷ് യുവർ ടീത്ത്? പല്ല് തേച്ചല്ലേ? പല്ലൊക്കെ തേച്ച് നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ നല്ല അടിപൊളി സുന്ദരി സുന്ദരന്മാരായിട്ട് വരണം ക്ലാസ്സില്. ഓക്കെ. മുടിയൊക്കെ ചീകി കെട്ടി വൃത്തിയാക്കിയിട്ട് വേണം, നല്ല ഉടുപ്പൊക്കെ ഇട്ട് വേണം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കാൻ അല്ലെ? എന്നാലും നമുക്ക് നല്ലൊരു ഉഷാറ് വരുള്ളൂ. പഠിക്കാനൊക്കെ നല്ല ഉഷാറ് വേണം. ഇത് ഉറങ്ങി എഴുന്നേറ്റപോടെ അമ്മ വിളിക്കും ഇപ്പൊ അല്ലെ? 8 മണിയാകുമ്പോ അമ്മ വിളിച്ചു, ചാടി എഴുന്നേറ്റു, പല്ല് തേച്ചു, ഓടി, ചായ കുടിച്ചു, ടീച്ചർ വന്നു, നമ്മള് മുമ്പിലിരുന്നു അല്ലെ? മുടിയൊന്നും ചീകാതെ. എഡ്വിനൊക്കെ ഇപ്പം ക്ലാസ്സിൽ ടൈമിലാ മുടിയൊക്കെ ചെയ്യത്. ഫവാസ് അല്ലേ? അയ്യോ സോറി, ടീച്ചർ പറഞ്ഞ തെറ്റാണല്ലേ, ഞാൻ നേരത്തെ ചീകി. സാരമില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ, എന്നാലും നമുക്ക് പഠിക്കാനുള്ള നല്ല ഉഷാറ് കിട്ടുള്ളൂ. എഡ്വിൻ എന്താ പറയാനുണ്ടല്ലോ? എഡ്വിന് എന്താ? എഡ്വിൻ പറഞ്ഞു. ചേച്ചിയെ ക്ലാസ് കഴിഞ്ഞപാടെ ഈ ക്ലാസ് തുടങ്ങി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിരുന്നതാ. ഓക്കെ, ഗുഡ്. പെട്ടെന്ന് കയറി ക്ലാസ് അവൻ അറ്റൻഡ് ചെയ്തു അല്ലേ? കൃത്യസമയത്ത്. ഗുഡ്. കുഴപ്പമില്ല, ടീച്ചർ തമാശ പറഞ്ഞ മോനെ. ഓക്കെ. ജോയലിന്റെ കുഞ്ഞാവ എന്താ പഠിക്കുന്നുണ്ടോ? ഹിന്ദി പഠിക്കുന്നുണ്ടോ ജോയലെ? ഓക്കെ. നമ്മൾ പഠിത്തത്തിൽ നിന്ന് മാറിപ്പോയോ? തുടങ്ങാം നമുക്ക് ആദ്യം. ഇർക്കി മാത്ര അല്ലെ? കുറെ വേർഡ്സ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ വാക്കുകൾ ഒച്ചത്തിൽ പറയണം അവിടെ ഇരുന്നിട്ട്. ആഗ്നസ് സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ ഇന്ന്. ഓക്കെ. ആഗ്നസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആഗ്നസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ടീച്ചറിനെ? ആഗ്നസ് പ്ലീസ് അൺമ്യൂട്ട്. നോ. ഓക്കെ, നമുക്ക് വേർഡ്സ് വായിക്കാം. എല്ലാവരും അവിടുന്ന് ഒച്ചത്തിൽ വായിക്കണം കേട്ടോ. വായിച്ചോ. മൃഗ് താഴെ ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ കണ്ടോ? പഠിയെ ഔർ സമച്ചിയെ, റീഡ് ആൻഡ് ലേൺ അല്ലേ? വായിച്ച് പഠിക്കാനാ പറയുന്നത്. ആ വേർഡ്സ് വായിച്ച് പഠിക്കണം നമ്മള്. അപ്പൊ നമുക്ക് വായിൽ പെട്ടെന്ന് പറയാൻ കിട്ടും, അല്ലെങ്കിൽ ഇറിന്റെ ചിഹ്നമൊന്നും പറയാൻ കിട്ടില്ല. ആഗ്നസ്, ആഗ്നസ് ആഗ്നസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ ടീച്ചറിനെ? ആഗ്നസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes or no? No. Okay. വായിച്ചോ. സേ മൃഗ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ? ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ? മൃഗ്. all of you say loudly. മൃഗ്,
കൃഷി, കൃപ, കൃഷ്ണ, സെൽന എലിസബത്ത്. ഓക്കെ. ഗൃഹ, തൃണ്, തൃതീയ, കൃപാൺ, കൃഷക്, കൃണ, ബൃഹത്, വൃഷഭ്, പൃഥ, കൃത്. എല്ലാവർക്കും വായിക്കാൻ പറ്റിയോ? ഓക്കെ, ഗുഡ്. ഇത് ഞാൻ നിങ്ങൾ എങ്ങനെയാ വായിക്കേണ്ടത്? സ്പീഡിൽ വായിച്ച് പഠിക്കണം. വായിപ്പിക്കും ഞാൻ. നെക്സ്റ്റ് പീരീഡ് കൂടി ഉണ്ടല്ലേ. നെക്സ്റ്റ് പീരീഡ് എക്സാം ഉണ്ട്, ഓറൽ ടെസ്റ്റും ഉണ്ട്. വായിക്കാൻ കിട്ടുന്നുണ്ടോ അറിയണ്ടേ? ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമ്മൾ കാണുന്നുള്ളൂ. പേടിയായോ എല്ലാവർക്കും? നിഹാരിക്ക് പേടിയുണ്ടോ? ഒന്നുമില്ല കേട്ടാ, പേടിക്കാനൊന്നുമില്ല. നമ്മൾ പഠിച്ചു തന്നെ ടീച്ചർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തന്നില്ലേ. ഉണ്ടോ? എഡ്വിനൊക്കെ ഒരു കൂസലും ഇല്ലാതിരിക്കുന്നുണ്ടോ? ബെനീറ്റ, എഡ്വിൻ, ജെവിൻ, നമ്മൾ റെഡിയാന്നാ പറയുന്നവര്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജ് പഠിക്കാനുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ? നെക്സ്റ്റ് പീരീഡിലേക്ക് നിങ്ങൾ ഫസ്റ്റ് ലെസൺ നന്നായിട്ട് വായിച്ച് പഠിക്കുക. ടീച്ചർ ആയിരുന്നു കുറച്ച് വേർഡ്സ് ഇടും, ഡിറ്റേഷൻ ആയിട്ട് ഇടും. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എഴുതാനുണ്ടാവും. ചിലപ്പോ ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിന് ഹിന്ദി വേർഡ് എഴുതാനുണ്ടാവും. അപ്പൊ രണ്ടും കൂടെ പഠിക്കണം അല്ലേ? രണ്ടും കൂടെ പഠിക്കുക. നെക്സ്റ്റ് പേജിൽ അഭ്യാസം ഉണ്ട്, എഴുതിച്ചതാണ് ടീച്ചർ. അത് ഞാൻ എഴുതിക്കും. ഇത്രയും ദിവസം ബുക്ക് തൊടാത്തവരുണ്ട് അല്ലേ? എനിക്കറിയാം. ഇപ്പൊ കുറച്ച് സമയം തരും. ആ സമയത്തിനുള്ള നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നോക്കട്ടെ. ഞാൻ ഓരോരുത്തർക്ക് അവസരം തരാം. ടീച്ചറിനോട് ചോദിക്കാനുള്ളവർക്ക് ഡൗട്ടൊക്കെ ചോദിക്കാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ആസിയ, സഫ, നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യരുത്, പറയുന്നവര് മാത്രം. ആസിയ, സഫ. ആസിയ, കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതിന് ശേഷം ഹിന്ദി ബുക്ക് എടുത്ത് വായിച്ചോ? സത്യം പറയണം. ഇല്ല. വെരി ഗുഡ്. വായിച്ചിട്ടില്ല. എനിക്കറിയാം. ഞാൻ അതാണ് നെക്സ്റ്റ് പീരീഡ് എക്സാം ഇടുന്ന പറയുമ്പോ കുറെ പേര് പേടിച്ചിരിക്കുക. അടുത്ത പീരീഡ് അവര് എന്താ പറയുന്നത്? അടുത്ത പീരീഡ് നമുക്ക് ക്ലാസ്സിൽ കയറണ്ട, അപ്പൊ എങ്ങനെ എക്സാം എഴുതാൻ പറ്റും? പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കരുത് കേട്ടോ. നമ്മള് എഴുതണം. കുറച്ച് വേർഡ്സ് തരുള്ളൂ. നന്നായിട്ടൊന്ന് വായിച്ചു പിടിച്ചാൽ മതി ഫസ്റ്റ് പേജ് കേട്ടോ. ആസിയ, ഇത് കഴിഞ്ഞ പാടെ അടുത്ത ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഇല്ല. പഠിക്കാൻ സമയമുണ്ട്. നമുക്ക് കഴിഞ്ഞ തേഴ്സ്ഡേ കണ്ട് ഇത്രയും ഒരാഴ്ചയായി. അത്രയും നേരം നമുക്ക് പഠിക്കാൻ നേരം കിട്ടില്ല. ഇന്ന് നമ്മള് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവാ. ഓക്കെ. നെക്സ്റ്റ് ആഗ്നസ് മരിയ, പ്ലീസ് അൺമ്യൂട്ട്. നോക്കട്ടെ, എത്ര പേര് വായിച്ച് പഠിച്ചിട്ടുണ്ട്? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ഏത് സമയം STO എക്സാമോ ഇട്ടാല് പരീക്ഷ എഴുതാൻ റെഡി ആയവർ എത്ര പേരുണ്ട്? ഒന്നോ രണ്ടോ പേരെ ഇല്ലാത്തവരുള്ളൂ. സാരമില്ല, അവരെ നമുക്ക് റെഡിയാക്കാം. അവരിപ്പൊ 10 മിനിറ്റ് കൊണ്ട് പഠിച്ചിട്ട് വരും. ഗുഡ്. ഓക്കെ. എഡ്വിൻ തോമസ്, പ്ലീസ് അൺമ്യൂട്ട്. ഇത് പറയാനുണ്ടോ? വായിച്ചോ? മട്ടർ. അത് വായിക്കണ്ട.
വായിച്ചു പഠിച്ചോന്നാ ചോദിച്ചത്. യെസ് ആ ടീച്ചർ. ടീച്ചർ കഴിഞ്ഞ ടെസ്റ്റ് ഇട്ടേന്റെ ഒരെണ്ണം സൈൻറ്റ് 5 സ്റ്റാർ വാങ്ങാൻ പറഞ്ഞില്ലായിരുന്നോ? അതെ, സൈൻ വാങ്ങിയോ? യെസ് ടീച്ചർ എനിക്ക് 5 സ്റ്റാറും തന്നായിരുന്നു. ആ ഗുഡ്. കുറെ പേര് 5 സ്റ്റാർ ഒക്കെ മേടിച്ചിട്ടുണ്ട്. തെറ്റിയവർക്ക് ടീച്ചർ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അലൻ മാത്യു, എഡ്വിൻ, ഓക്കെ. അലൻ മാത്യു, അലൻ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. എന്താ മോനെ? മിസ്സിന്റെ പേഴ്സണൽ നമ്പർ. മിസ്സിന്റെ നമ്പർ ഉണ്ടല്ലോ, ഗ്രൂപ്പിലുണ്ടല്ലോ. 3rd ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ മിസ്സിന്റെ നമ്പർ ഉണ്ട്. മോനെ എന്താ ഡൗട്ട് ഉണ്ടോ? മിസ്സിന്റെ പേര് സീമ. ഓക്കെ. ഇനി ഡൗട്ട്? നോ. നിഹാരിക്ക് എന്താ മോളെ ഒരു പേടി പോലെ? പഠിച്ചോ? ഒരാഴ്ചയായിട്ട് പഠിച്ചോ? ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? മേടിച്ചില്ലേ? അതെന്താ മേടിക്കാത്ത? ആര്? അവിടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അന്നപ്പോ മോളൊന്നും എഴുതിയിട്ടില്ല അല്ലേ? എഴുതി. അന്നപ്പോ എഴുതിയത് പഠിച്ചാ മതി. അതെങ്ങനെയാ കുഞ്ഞ് എഴുതിയത്? എങ്ങനെയാ ബുക്ക് ഇല്ലാതെ? ഇതിനകത്തുനിന്ന് ബുക്ക് എടുത്ത്. ഓക്കെ. നോക്കി എഴുതി അല്ലേ? ഗ്രൂപ്പിലിട്ടപ്പോ. ഓക്കെ, അത് മതി, അത് മതി പഠിക്കാൻ. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ മതി, ഇതിൽ ചോദിക്കാം. എന്താ അടുത്ത പീരീഡ് വരുമ്പോ എന്താ നമുക്ക് എക്സാം ഉണ്ടല്ലേ? വരണം കേട്ടോ. ആസിയ എന്താ മോളെ? മിസ്സിന്റെ നമ്പർ നിങ്ങളുടെ 3rd ക്ലാസ്സിന്റെ ഗ്രൂപ്പിലുണ്ട്, എടുത്തോ കേട്ടോ. എന്റെ ഉമ്മ സ്ഥലത്തില്ല, ഞാൻ വേറെ സ്ഥലത്തായിരുന്നത്. മോള് പിന്നെ എങ്ങനെയാ ഫോൺ യൂസ് ചെയ്യുന്നത് ഇപ്പം ക്ലാസ്സിൽ? എങ്ങനെയാ? എന്റെ ഉമ്മാമാന്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അത് മതി, അതിലുണ്ടല്ലോ മോളെ, നമ്മള് 3rd ക്ലാസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതില്, ഇല്ലേ? ഇല്ല അല്ലേ? ഓ സോറി. മിസ്സിന്റെ ആസിയ സഫയല്ലേ, മോൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. സെൻഡ് ചെയ്താല് എന്റെ ഉമ്മാന്റെ അടുത്ത് എത്തൂല, ഇവിടെ എത്തൂല. മോൾ എന്താ ചെയ്യണ്ടേ വെച്ചാ ഉമ്മയോട് ചോദിച്ചാ മതി. എന്നാല് ഉമ്മ എവിടെയാ? നെക്ലിയില്. ഉമ്മയോട് ചോദിച്ചാ കിട്ടുമല്ലോ. ഓക്കെ. ഇനി എന്നിട്ടോ എന്തൊക്കെ ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയി. നോക്കട്ടെ എക്സാമിന് എന്താന്ന്. ആവണിക്കുട്ടിയുടെ സൗണ്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ആവണിക്കുട്ടിയെ, സുഖല്ലേ? ഉറങ്ങി എഴുന്നേറ്റേ ഉള്ള ഒരു സുഖം ഇല്ലാത്ത പോലെ ഇരിക്കുന്നേ. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഹിന്ദി ബുക്ക് വായിച്ചോ? അക്ഷരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോ? ഇല്ല. എന്താ കുഞ്ഞിന് അക്ഷരം അറിയില്ലേ? അക്ഷരം അറിയില്ലേ? അറിയാം. ഈ വേർഡ്സ് ഒക്കെ വായിച്ച് പഠിച്ചോ? ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിയോ കഴിഞ്ഞ ദിവസത്തെ? എന്ന് നമുക്കൊന്ന് ഒരു എക്സാം ഒക്കെ എഴുതി നോക്കാം അല്ലേ? ചെറുതായിട്ട് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. ഒരു 10 മിനിറ്റ് പഠിച്ചാ മതി, റെഡി ആയിക്കോളും. ചായ കുടിച്ചില്ലേ ആവണി? വേഗം ചായയൊക്കെ കുടിക്കട്ടോ. ഓക്കെ.
ഇനി ആരാ? ഫവാസ്, മുഹമ്മദ് ഫവാസ്. ഫവാസ് പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, ഫവാസ് ബുക്ക് എടുത്ത് വായിച്ചോ കഴിഞ്ഞ ദിവസം? ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ടീച്ചർ ST എന്ന് പറയും, എക്സാം എന്ന് പറഞ്ഞപ്പോഴേ ഫവാസ് ഡൗൺ ആയി. എനിക്കറിയാം. ഇതാ നിങ്ങൾ ബുക്ക് തൊട്ടിട്ടില്ല. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ വരുന്നുള്ളൂ. അതുകൊണ്ട് മിസ് വരുമ്പോ നമുക്ക് ബുക്ക് എടുത്ത് തുറക്കാം. മിസ് വായിക്കുമ്പോ നമുക്ക് വായിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങള് ഇപ്പം നെക്സ്റ്റ് പീരീഡ് എക്സാം ഇടുമ്പോഴേക്കും ഇപ്പൊ പഠിച്ചോണം നിങ്ങള്. ഓക്കെ. വേറെ എവിടെയും പോണ്ട. ചായ കുടിച്ചിട്ട് പഠിച്ചോ. ഓക്കെ. സന മൻസൂർ. സന മൻസൂർ. സന. പഠിച്ചോ? ഹിന്ദിയൊക്കെ വായിച്ച് പഠിച്ചോ? നോ. എന്താ അത്? പഠിക്കണ്ടേ? ഇപ്പൊ പഠിക്കണം കേട്ടോ. ഓക്കെ. നിദ ഫാത്തിമ, on your video. ഒന്നുകൂടെ വായിച്ചു തരട്ടെ? ഒട്ടും പഠിക്കാത്തവർക്ക് ഒന്നുകൂടെ വായിച്ചാൽ അവിടെ വായിച്ചോട്ടോ. Take your first page. Mango. Okay. Gajar, carrot. Sata, umbrella. Chidiya, bird. Chirag, lamb. Pakia, wheel. Tir, arrow. Titali, butterfly. Machli, fish. Toshin, what are you doing there? Gulab, rose. Gudiya, doll. Dhanush, bow. Suraj, sun. Pool, flower. Chaku, knife. ഇതാണ് എക്സാം ഇടുക. എന്താ? ഹിന്ദി വേർഡ് തരും, ഇംഗ്ലീഷ് വേർഡ് എഴുതാനുണ്ടാവും. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് തരും, അതിന്റെ ഹിന്ദി വേർഡ് എഴുതാനുണ്ടാവും. ബൈഹാർട്ട് ചെയ്തോ ഇപ്പൊ 10 മിനിറ്റിനുള്ളില്? ഇത്രയും ദിവസമായിട്ട് പഠിച്ചില്ലല്ലോ നിങ്ങള്. പിന്നെന്താ? ചേർത്തിട്ട് ആന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള 2 വാക്ക് എഴുതാനുണ്ടാവും. ഈന്റെ ചിഹ്നം ചേർത്ത് 2 വേർഡ്സ് എഴുതാനുണ്ടാവും. ഊന്റെ ചിഹ്നം ചേർത്ത് 2 വേർഡ്സ് എഴുതാനുണ്ടാവും. അല്ലെങ്കിൽ പറയാനോ ഉണ്ടാകും. ഇതെന്താ ഈ ടീച്ചർ പറയുന്നത്? പേടിയാവുന്നു അല്ലേ? ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് ആ ഫസ്റ്റ് പേജ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യുവോ? ഓക്കെ. ഇത്രയും ദിവസം പഠിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോ 10 മിനിറ്റ് കൊണ്ട് പഠിക്കുവാണ്. തോഷിൻ, കേട്ടോ? നന്നായിട്ട് വായിച്ചു പഠിക്കട്ടോ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുകയോ എഴുതിക്കുകയോ ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇപ്പോ ഓക്കെ, നമ്മുടെ ടൈം തീരാൻ പോവാണ്. See you next period. Okay.
Any doubt? No. Okay. കാണാം നമുക്ക് നന്നായിട്ട് പഠിക്കട്ടെ പോയിട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇംഗ്ലീഷ് വേർഡ് പഠിക്കുക ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക. Okay. Bye. See you next period.